കവിഞ്ഞൊഴുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിന് നമുക്ക് 3 ഭാഗങ്ങളാണ് ഉള്ളത്. ആദ്യം കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ആശ്വാസവചനം. അതേ തുടർന്ന് കർത്താവായ യേശുവിൻ്റെ അത്ഭുതകരത്താൽ സൗഖ്യമായ ഒരു സാക്ഷ്യം, 2ാം ഭാഗം. 3ാം ഭാഗം ഈ തിരുവചനത്തിലെ തന്നെ ഒരു വേദഭാഗം നമുക്ക് ഒന്നിച്ച് പഠിക്കാം. ആദ്യം ആശ്വാസവചനം, 2ാമത് സാക്ഷ്യം, 3 ബൈബിൾ പഠനം. ആദ്യത്തേത് ആശ്വാസവചനം. നമ്മുടെ കർത്താവ് ദൈവം തമ്പുരാൻ നമ്മൾ ചെയ്യുന്ന മുഴുവൻ കാര്യം റെക്കോർഡ് ചെയ്തുകൊണ്ടായിരിക്കും. നമ്മൾ കുഴപ്പം കാണിച്ചാലും നന്മ ചെയ്താലും എല്ലാം റെക്കോർഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന ഒരു ക്യാമറയുടെ മുമ്പിലിരുന്ന്, ഈ ക്യാമറയുടെ മുമ്പിലിരുന്ന് സംസാരിക്കുമ്പോൾ ഒരു ചെറിയ ചിപ്പിനകത്തോ മനുഷ്യനിർമ്മിതമായ ഒരു നിർജീവ വസ്തുവിനകത്ത് മണിക്കൂറുകൾ ഉള്ള ശബ്ദവും ചിത്രവും രേഖപ്പെടുത്തി വെക്കാൻ മനുഷ്യന് പറ്റും. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് ഈ പ്രകൃതിയിൽ സകലവും രേഖപ്പെടുത്തി വെക്കരുതോ? ദൈവം റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിൻ്റെ ഓർമ്മയുടെ പുസ്തകം എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. മനുഷ്യനെ ന്യായം വിധിക്കുന്നതിനെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ പറയുമ്പോൾ പുസ്തകങ്ങൾ തുറന്നൊന്ന് വായിക്കുന്നുണ്ട്. ഈ ലോകത്തിലാണെങ്കിലും നമ്മളൊരു കോടതിയിലൊരു കേസിന് ചെന്നാൽ ആദ്യം മൊഴി അല്ലെങ്കിൽ FIR, പോലീസ് ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം സ്വർഗത്തിലേതിന് നിഴല ഈ ഭൂമിയിൽ നടക്കുന്നത്. ദൈവം എല്ലാം രേഖപ്പെടുത്തുക. പക്ഷേ രേഖപ്പെടുത്തുന്നെന്ന് കേൾക്കുമ്പോൾ നമ്മൾ ചെയ്ത തെറ്റുകളൊക്കെ ദൈവം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെന്ന് കേട്ടാൽ അത് ആശ്വാസവചനമല്ല, നമുക്കൊരു ഭയത്തിൻ്റെ വാക്കല്ലേ. പക്ഷേ ഈ രേഖപ്പെടുത്തുന്ന ദൈവം തന്നെ നമ്മുടെ പേരിലുള്ള ചാർജുകൾ മായ്ച്ചു കളയുന്ന ദൈവം കൂടെ. അതാണ് ഒരാശ്വാസവചനമായി എൻ്റെ ഉള്ളിൽ എനിക്ക് നിങ്ങൾക്കുമായി കർത്താവ് തന്നിരിക്കുന്നത്. കർത്താവ് നമ്മുടെ അകൃത്യങ്ങളെ, നമുക്കെതിരെ ദൈവസന്നിധിയിൽ എഴുതി വച്ചിരിക്കുന്ന രേഖകളെ, നാം തെറ്റ് ചെയ്തു പോയ തെറ്റുകളുടെ ലിസ്റ്റുകളെ മായ്ക്കുന്നൊരു കർത്താവാണ്. ഒരു വാക്യം ഞാൻ വായിക്കാം. കൊലോസ് ലേഖനം 2-ാം അധ്യായം 14-ാമത്തെ വാക്യം. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. നമുക്ക് വിരോധമായി ന്യായപ്രമാണപ്രകാരം ദൈവത്തിൻ്റെ മോറൽ സ്റ്റാൻഡേർഡ് വെച്ച് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത്, എന്തെല്ലാം അരുതുകളല്ലേ. പക്ഷേ അവ പലതും നമ്മൾ ലംഘിച്ചപ്പോൾ നമുക്കെതിരെ കൈയെഴുത്ത് വന്നു ദൈവത്തിൻ്റെ സന്നിധിയിൽ. ചാർജ് 1, ചാർജ് 2, ചാർജ് 3, അങ്ങനെ നീണ്ട നമുക്ക് വിരോധമായ തെറ്റുകളുടെ ഒരു പട്ടിക ചുമന്നുകൊണ്ടാണ് ഞാനും നിങ്ങളും നിന്നത്. ഈ ചില രാജ്യങ്ങളിലൊക്കെ മുൻകാലങ്ങളിൽ കുറ്റവാളികളെ വിസ്താരത്തിന് നിർത്തുമ്പോൾ ഈ കുറ്റവാളി തൻ്റെ പേരിലുള്ള ചാർജ് ഒരു പലകയിലോ ഒക്കെ എഴുതി താൻ തന്നെ പിടിച്ചിരിക്കുക. അപ്പം ന്യായാധിപൻ്റെയും കുറ്റവാളിയുടെ ഇടയിൽ അവൻ്റെ കയ്യിൽ തന്നെ അവൻ ചെയ്ത തെറ്റുകളുടെ ലിസ്റ്റാണ്. അതാ ഇവിടെ കൊലോസ് ലേഖനത്തിൽ പറയുന്നത്. നമുക്ക് വിരോധമായ കൈയെഴുത്ത് മധ്യത്തിൽ നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞെന്ന്. ആരുടെ നടുവിൽ നിന്ന്? കുറ്റവാളിയായ എൻ്റെയും ന്യായവിസ്താരം കഴിക്കുന്ന നീതിമാനായ ന്യായാധിപനായ ദൈവത്തിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ കുറ്റങ്ങളും പിടിച്ചുകൊണ്ടാണ് നിന്നത്. പക്ഷേ യേശുക്രിസ്തു അത് മായ്ച്ചു കളഞ്ഞു. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഈ കർത്താവ് താൻ ഈ സുവിശേഷത്തിനായി തൻ്റെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ ഈ സുവിശേഷം പോയി അറിയിക്കണം. എന്നാൽ ആരെങ്കിലും ഈ സുവിശേഷം കൈക്കൊള്ളുന്നില്ലെങ്കിൽ ന്യായവിസ്താര ദിവസത്തിൽ അവർക്കെതിരെ സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിലെ പൊടി അവിടെ തട്ടിയേക്കണം. കാരണം ഈ സുവിശേഷം പറഞ്ഞത് പൊടിയേൽ ദൈവം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. വേറെടുത്ത് കർത്താവ് പറയാണ്, നിങ്ങൾ രഹസ്യത്തിൽ അറകൾക്കുള്ളിൽ പറഞ്ഞത് പുരമുകളിൽ ഘോഷിക്കുന്നൊരു ദിവസമുണ്ട്. നിങ്ങളുടെ നിലവറയുടെ കട്ടിളക്കാലുകളും തുലാങ്ങളും നിങ്ങൾക്കെതിരെ സാക്ഷ്യം പറയാൻ എഴുന്നേറ്റ് വരും. ചുരുക്കി പറഞ്ഞാൽ, ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ, ഈ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ടേപ്പിൽ മനുഷ്യന് ഇത്രയും റെക്കോർഡ് ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ, ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ചുറ്റുപാടുമുള്ള ഈ
ഓരോ നിർജീവ വസ്തുക്കളും ദൈവത്തിൻ്റെ റെക്കോർഡിങ് നടത്തിക്കൊണ്ടിരിക്കുക. ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിൻ്റെ കണ്ണ് വെട്ടിച്ച് നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. ഞാൻ പോലീസിനെ കളിപ്പിച്ചു, അല്ലെങ്കിൽ ജഡ്ജിയെ കളിപ്പിച്ചു, രാജ്യത്തെ കളിപ്പിച്ചു, അപ്പനെ കളിപ്പിച്ചു, അമ്മയെ കളിപ്പിച്ചു, ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ, അധ്യാപകനെ, ഒന്നും നമുക്ക് പറയാനൊക്കത്തില്ല. ദൈവത്തിൻ്റെ കണ്ണ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സാക്ഷികൾ, എൻ്റെ കാലയിലെ പൊടിയടക്കം ചുറ്റുപാട് നിർജീവ വസ്തുക്കളെല്ലാം എന്നെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ഇവിടെ ഇതാ സദ്വർത്തമാനം. യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കുമ്പോൾ നമുക്കെതിരെയുള്ള എല്ലാ കൈയെഴുത്തും മായ്ച്ചു. ഇനി ആ സുവിശേഷം നമ്മളൊന്ന് സ്വീകരിച്ചാൽ നമ്മളതിൻ്റെ ഗുണഭോക്താക്കളാവും. അതുകൊണ്ടാണ് നമ്മൾ സുവിശേഷത്തെ ഒരിക്കലും തള്ളിക്കളയരുത്. യേശു നമ്മളെ വിളിക്കാമോ, കടന്നു വരൂ, ഈ സുവിശേഷം സ്വീകരിക്കുമെന്ന് പറഞ്ഞാൽ നമ്മളതിനെ തള്ളിക്കളഞ്ഞാൽ മാത്രമേ നമുക്കിത് കിട്ടാതെ പോവുകയുള്ളൂ. ലോകത്തിൽ ഒരു വ്യക്തി മഹാപാപി ആയതുകൊണ്ടായിരിക്കില്ല നരകത്തിൽ പോകാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കുരിശിലെ കള്ളൻ, അവന് പാപം മാത്രമേ ഉള്ളൂ, തെറ്റുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ അവസാനം യേശുവിനെ സ്വീകരിക്കുക. കർത്താവിൻ്റെ കൃപ നമ്മളെ വെറുതെ വിടാനുള്ള ഒരു തീരുമാനം ക്രിസ്തു മുഖേന മാനവജാതിയോട് അറിയിക്കുമ്പോൾ ഈ സുവിശേഷത്തെ പുറംകാലുകൊണ്ട് തട്ടിക്കൊണ്ട് ഇന്ന് എനിക്കും ഇതൊന്നും വേണ്ട, ഞാൻ നീതിമാനാ, ഇതൊക്കെ വല്ല അഴുക്കാൾക്കാരോടും പറയാമെന്നൊക്കെ പറയുന്നവരുണ്ട്. അങ്ങനെയല്ല. ദൈവത്തിൻ്റെ നോട്ടത്തിൽ, ആ ദൈവത്തിൻ്റെ പുസ്തകത്തിൽ എതിരായിട്ട് ഒരു ചാർജും ഇല്ലാത്തവരായി ലോകത്ത് ആരുമില്ല. അതാ വചനം പറഞ്ഞ നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. പക്ഷേ നമ്മളെത്ര മഹാപാപിയാണെങ്കിലും യേശുവേ അടിയനിതാ എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞാൽ അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കും. അവൻ നമ്മുടെ എതിരെയുള്ള കൈയെഴുത്ത് മായ്ച്ചു കളഞ്ഞു. ക്രിസ്തുവിൽ ദൈവം നമുക്ക് തന്ന പാപക്ഷമയ്ക്കായി നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. തുടർന്ന് ഒരത്ഭുത സാക്ഷ്യം നമ്മൾ കേൾക്കാൻ പോകുക. സാക്ഷ്യം കുവൈറ്റിലെ ഹെവൻലി ഫീസ്റ്റിൻ്റെ കൂട്ടായ്മയിൽ ശുശ്രൂഷയിൽ മുമ്പിൽ നിൽക്കുന്ന സഹോദരന്മാരിൽ ഒരാളാണ് രാജേഷ് ബ്രദർ. അദ്ദേഹത്തിൻ്റെ അത്ഭുത സാക്ഷ്യമാണ് ഈ സാക്ഷ്യ ഭാഗത്ത് നമ്മൾ കേൾക്കാൻ പോകുന്നത്. തനിക്ക് ഒരു ചെറിയ നടുവേദനയായിട്ട് ആരംഭിച്ച ഒടുവിൽ കട്ടിലിൽ കുവൈറ്റിൽ തളർന്നു കിടന്നു. എല്ലാം അവിടുത്തെ ജോലിയെല്ലാം ഉപേക്ഷിച്ച് അവിടുന്ന് എല്ലാം ക്യാൻസൽ ചെയ്ത് മടങ്ങിപ്പോരാനിരിക്കവേ കർത്താവ് ചെയ്തൊരു അത്ഭുത വിടുതൽ സാക്ഷ്യമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. കുവൈറ്റിലുള്ള രാജേഷ് ബ്രദറിൻ്റെ സാക്ഷ്യത്തിലേക്ക് നമുക്ക് പോകാം. എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ മേലാത്ത ഒരവസ്ഥയിലേക്ക് ഞാൻ എത്തിയായിരുന്നു നേരത്തെ. കാരണം എനിക്കൊരു പരസഹായമില്ലാതെ ബാത്റൂമിൽ പോകാനും മേലാത്ത അവസ്ഥയിലേക്ക് ഞാൻ എത്തി. ഞാൻ പല ചികിത്സകൾ ചെയ്തു, ആയുർവേദം, അലോപ്പതി, ഹോമിയോ, അവസാനം പ്രേറിയൽസ. തിരിച്ചെല്ലാം ക്യാൻസൽ ചെയ്ത് നാട്ടിലേക്ക് തന്നെ തിരിച്ച് എൻ്റെ മോളെയും കൊണ്ട് പോകാനായിട്ടിരിക്കുമ്പോൾ എൻ്റെ അനിയത്തിക്ക് ഒരു സൗഖ്യം കിട്ടിയിരുന്നു. ഹെവൻലി ഫീസ്റ്റിൻ്റെ ഒരു കൺവെൻഷൻ കുവൈറ്റ് നടക്കാനിടയായി. അവിടെ വെച്ച് ആ കൺവെൻഷന് തങ്കൂർ കോട്ടയത്ത് അവിടെ വരുമെന്ന് പറയുമ്പോൾ, ആ മീറ്റിങ്ങിൽ ഇംഗ്ലീഷ് സംസാരിക്കുമെന്ന് പറയുമ്പം അത് ഞാൻ കീറിക്കളഞ്ഞിട്ട്, ഈ പുള്ളി മറ്റുള്ളവരെ കാണിക്കാനായിട്ട് അങ്ങനെ കാണിക്കാൻ ഇംഗ്ലീഷ് സംസാരിക്കുമെന്ന് പറഞ്ഞത് കീറിക്കളഞ്ഞാണ്. പക്ഷേ ആ കൺവെൻഷന് വെച്ച് തന്നെ എൻ്റെ സുഹൃത്ത് കൺവെൻഷന് പോകാനിടയാകുകയും എൻ്റെ അനിയത്തി അവിടെ പോകാനിടയാകുകയും അവിടെ വെച്ച് അവിടെ മുട്ടിന് ഒരു 10-12 വർഷമായിട്ടുള്ള മുഴ കർത്താവ് അവിടെ അത്ഭുതകരമായി സൗഖ്യമാക്കി. എന്നാലും ഞാനത് വിശ്വസിച്ചില്ല. കാരണം എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ മേലാത്ത ഒരവസ്ഥയിലേക്ക് ഞാൻ എത്തിയായിരുന്നു നേരത്തെ. കാരണം എനിക്കൊരു പരസഹായമില്ലാതെ ബാത്റൂമിൽ പോകാനും മേലാത്ത അവസ്ഥയിലേക്ക് ഞാൻ എത്തി. ഞാൻ പല ചികിത്സകൾ ചെയ്തു, ആയുർവേദം, അലോപ്പതി, ഹോമിയോ, അവസാനം പ്രേറിയൽസ. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ അവസാനം വേദന സഹിക്കാൻ മേലായിട്ടൊരു വൈദ്യം പറഞ്ഞു, മണ്ണെണ്ണയും വെളുത്തുള്ളിയുടെ തേച്ചാൽ വേദന കുറയുമെന്ന് പറഞ്ഞാൽ ഞാൻ കുവൈറ്റിലെ മണ്ണെണ്ണയും വെളുത്തുള്ളിയും തേച്ച് കിടക്കുമായിരുന്നു. പക്ഷേ അന്നേരത്തേന് എൻ്റെ വൈഫ് ഇങ്ങനെ TV കാണുമായിരുന്നു, ഈ ഹെവൻലി ഫീസ്റ്റിൻ്റെ പ്രോഗ്രാം കാണുമായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, അച്ചായ ഒന്ന് വിളി, ഈ കുവൈറ്റിൻ്റെ ചർച്ച ഉണ്ടല്ലോ, ഒന്ന് വിളി. പക്ഷേ ഞാനൊരു 3 ആഴ്ച ജോലിക്ക് പോകാതെ ഇരുന്നിട്ട് ഞാൻ നിർത്തി പോരുക എന്നുള്ള ഉദ്ദേശത്തിരുന്നു. പക്ഷേ 3 ആഴ്ച കഴിഞ്ഞ് വൈഫിൻ്റെ നിർബന്ധം സഹിക്കാൻ മേലാഞ്ഞിട്ട് ഞാൻ ചർച്ചയിൽ വിളിക്കുമ്പം എൻ്റെ കൂടെ അവിടെ വിനോദ് ബ്രദറാണ്, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. വിനോദ് ബ്രദർ എന്നെ ഞാൻ വിളിച്ചു സംസാരിച്ചു. അപ്പോൾ സംസാരിക്കുമ്പോൾ എവിടെ ആ വീടെന്നൊക്കെ ചോദിച്ച് പരിചയപ്പെട്ടപ്പോൾ ഞങ്ങൾ അറിയുന്നവരാണ്. അപ്പോൾ നിപ്പിലെ ഒരു അരമണിക്കൂറിനകത്ത് വിനോദ് ബ്രദറിൻ്റെ വീട്ടിൽ വരാനിടയാകുകയും എന്നോട്, അപ്പം ഞാൻ ഭയങ്കര നിരാശയിലാണ്. എൻ്റെ BP എല്ലാം കൂടി ഭയങ്കര നിരാശയിലാണ്. എൻ്റെ ജോലി നഷ്ടപ്പെടുന്നു, എനിക്ക് വീട്ടിൽ വന്നാൽ ഞാൻ എന്ത് ചെയ്യും, മോളെ കൊണ്ട് എന്ത് ചെയ്യും എന്നുള്ള വലിയ പ്രയാസത്തിലിരിക്കുമ്പം എന്നോട് പറഞ്ഞില്ല, ജോലി നഷ്ടപ്പെടത്തില്ല, നിൻ്റെ സൗഖ്യമാവും, നിനക്ക് ആരും ഉപേക്ഷിച്ചാലും. എനിക്ക് നിറയെ പണ്ട് ഒത്തിരി കൂട്ടുകാരുണ്ടായിരുന്നു. ഈ അസുഖം വന്ന സമയത്ത് എനിക്ക് ആരും ഇല്ലായിരുന്നു.
ആരുമില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നും പറഞ്ഞു ആരുമില്ലെങ്കിലും അവിടെ യേശുവുണ്ട്, യേശു സൗഖ്യമാക്കുന്നതിനോട് പറഞ്ഞ് ബലപ്പെടുത്തി എന്നെ ഒരു 3 മണിക്കൂർ എൻ്റെ വീട്ടിൽ വന്നിരുന്നു. പക്ഷേ ഞങ്ങൾ ആ സുഹൃത്ത് ബന്ധത്തിന് പുറത്തിരുന്നു, പറഞ്ഞു കേട്ടു ഞാനും വെച്ചു. പക്ഷേ 2 ദിവസമായി 3 ദിവസമായി വിനോദ് പേരൊന്നും വിളിക്കും, എപ്പോഴും വിളിക്കും. ഒരു 2-3 ദിവസം എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അമ്മയോട് പറഞ്ഞു യേശുവുണ്ട്, നീ പേടിക്കണ്ട, യേശുവുണ്ട്. അങ്ങനെ ആ ഒരു വിശ്വാസത്തിൽ ഞാൻ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് മനസ്സിനൊരു ശാന്തത വരാൻ തുടങ്ങി. പക്ഷെ എന്നെ നിർബന്ധിച്ച് അവിടെ എൻ്റെ വീടിനോട് 300 മീറ്റർ അപ്പുറമേ ഉള്ളൂ എൻ്റെ പ്രയർ നടക്കുന്നത്. എനിക്കത് അറിയത്തില്ലായിരുന്നു. അവിടെ എന്നോട് പറഞ്ഞു ഇവിടെയാണ് മീറ്റിംഗ് നടക്കുന്നത്, നീ വരണമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ആദ്യത്തെ പ്രയറിന് ചെന്നു. എനിക്കിരിക്കാൻ പറ്റത്തില്ലായിരുന്നു, കാരണം എനിക്ക് നേരെ ഇരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ അവിടെ എല്ലാവരും നിലത്തിരിക്കുന്നതിനോട് ഞാൻ ഇരുന്നോളാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഇരുന്നപ്പോൾ ഞാൻ തലയടിച്ച് വീണു. പക്ഷെ എന്നെ അവിടെ അവർ പിടിച്ചിരുത്തി. പക്ഷേ ആ മീറ്റിങ്ങിന് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. പക്ഷേ യേശു ഉണ്ടെന്നുള്ളൊരു ഇത് വന്നു മനസ്സിനൊരു ഒരു എന്താ പറയുന്ന ഒരു എന്തോ ഉണ്ട്, എല്ലാവരും ഇതുണ്ട് എന്നുള്ള. പക്ഷേ 2 ആഴ്ചയായി 3 ആഴ്ചയായപ്പോഴത്തേന് എൻ്റെ മനസ്സ് നല്ല ശാന്തമായി. കാരണം എനിക്കറിയാം ആരുമില്ലെങ്കിലും ആരും ഉണ്ട്, ഒരു ബലം എനിക്ക് കർത്താവ് മനസ്സിന് തന്നു. ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങി. എന്നാലും അവിടെ ജോലി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ പോകാൻ തുടങ്ങി. ആ പ്രശ്നത്തെ നോക്കി ഞാൻ പണ്ട് പ്രശ്നത്തിൽ പ്രതികരിക്കുമായിരുന്നു. പക്ഷേ പ്രതികരിക്കാതെ അങ്ങ് എന്നോട് പറഞ്ഞ് പ്രതികരിക്കേണ്ട. വിനോദ് പേർ പറഞ്ഞ് ആരെതിർത്താലും നീ കർത്താവേന്ന് വിളിച്ച് പോവാം. അങ്ങനെ അങ്ങ് പോയി. ഞാൻ അവിടെ ജോലിക്ക് തുടങ്ങി. പക്ഷേ അങ്ങനെയായി. ഇപ്പം പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്കെന്തോ പ്രയറിന് പോകണമെന്നൊരു ചിന്ത മനസ്സിൽ വരാൻ തുടങ്ങി. അങ്ങനെ പോകാൻ തുടങ്ങി. അപ്പോൾ ഒരു വെള്ളിയാഴ്ച എൻ്റെ വൈഫിന് ഡ്യൂട്ടിയാണ്. മോളുണ്ട് 2.5 വയസ്സായിട്ട്. എൻ്റെ മോളെ ഞാൻ 2.5 വയസ്സ് വരെ എടുത്തിട്ടില്ല. കാരണം എനിക്ക് എടുക്കാൻ പറ്റില്ല. ഒരു 1/2 കിലോയിൽ കൂടുതലുള്ള സാധനമൊന്നും എനിക്ക് എടുക്കാൻ പറ്റത്തില്ല നേരത്തെ. ഈ ക്രിട്ടിക്കലായിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തൊരവസ്ഥയെന്ന് പറയുമ്പോഴത്തേനും ഞാൻ വണ്ടിക്ക് പോകണം, വണ്ടിക്ക് വരുന്നു, ഓഫീസിൽ ഒരു 10 മിനിറ്റ് ഇരിക്കും, അല്ലെങ്കിൽ 20 മിനിറ്റ് ഇരിക്കും, പിന്നെ നടക്കും. അങ്ങനെ ഒരു അവസ്ഥയാണ്. ഇപ്പോൾ ചർച്ചിൽ പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോഴത്തേനും മോള് പറഞ്ഞു ആളും വരുന്നെന്ന് പറഞ്ഞു. പക്ഷേ പോകുന്ന വഴിക്ക് അവൾ പറഞ്ഞ് എടുക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ആ ഒരു പകുതി വഴി വിട്ടപ്പം അവൾ എടുക്കാൻ ഭയങ്കര നിർബന്ധം. എൻ്റെ മോൾ ഒരിക്കലും നിർബന്ധത്തിൽ കരഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് അവൾ എടുക്കാതിരിക്കാനും മേല. എനിക്ക് പ്രയറിന് പോകണമെന്നുണ്ട്, അവൾക്കും പോകണമെന്നുണ്ട്. പക്ഷെ ഞാൻ കൊച്ചിനെ എടുത്തു. കർത്താവിനോട് പറഞ്ഞു കർത്താവ് ഞാൻ പ്രയറിന് വരിക, നിൻ്റെ കയ്യിലാണ് എല്ലാം. പക്ഷെ ഞാൻ എടുത്തൊരു 10 മീറ്റർ നടന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല പെയിൻ എടുക്കാൻ തുടങ്ങി. പക്ഷേ ഒരു 10 മിനിറ്റായി, ഒരു 15 മീറ്റർ ആയപ്പോഴത്തേന് എൻ്റെ പുറത്ത് ആരോ പിടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. കാരണം എനിക്ക് അന്നേരം മേലെടുക്കുന്നില്ല. ഞാനങ്ങ് കരഞ്ഞുകൊണ്ട് അങ്ങ് പോവാം പ്രയറിന്. പക്ഷേ പ്രയർ ആ ഹോളിൽ ചെല്ലുന്നിടം വരെ എൻ്റെ പുറത്ത് ആരോ ഇങ്ങനെ ടച്ച് ചെയ്തായിരുന്നു. പക്ഷേ അന്നേരം അറിയത്തില്ല യേശുവായിരുന്നുള്ള കാര്യമൊന്നും. പക്ഷേ ഞാൻ അവിടെ ചെന്നു നിന്നു. കഴിഞ്ഞ് പ്രയറിനകത്ത് കയറി ഭയങ്കര വിഷമം നടക്കുന്നു. എനിക്കെന്തോ ഇത് ചെയ്യുന്നു. പക്ഷേ പ്രയറിനിടയ്ക്ക് വെച്ചിട്ട് അവിടെ കുയിലുള്ള ഒരു ജോയ് ബ്രദർ എന്ന് പറയുന്ന ബ്രദർ വന്നിച്ച് എൻ്റെ മേത്തോട്ട് സഹോദരനെ സൗഖ്യമാക്കും, സഹോദരൻ ഇന്ന് പൂർണ്ണ വിടുതലാണെന്ന് എൻ്റെ മേത്ത് കൈവച്ചു. പക്ഷേ ഞാൻ അന്നേരം സ്ലൈനായിട്ട് താഴെപ്പോയി. ഞാൻ എഴുന്നേൽക്കുമ്പം എൻ്റെ മേത്ത് മുഴുവൻ ഞാൻ നല്ല വിട്ട് വേർത്തു. എൻ്റെ മേല് മുഴുവൻ വിട്ട് വേർത്തു. മേത്തെല്ലാം ചൂടായിട്ടൊക്കെ തോന്നി. പക്ഷേ എഴുന്നേറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ എൻ്റെ നടുവേദനയില്ല. എൻ്റെ കർത്താവ് എനിക്ക് പൂർണ്ണ സൗഖ്യം തന്നു. പൂർണ്ണ സൗഖ്യം എനിക്ക് ഇത്രയും ഒരു സന്തോഷം വേറെ ഒന്നും ഇല്ലായിരുന്നു. ഭയങ്കരമായിട്ട് സൗഖ്യം, മനസ്സിന് വലിയൊരു ശാന്തത, സമാധാനം എല്ലാം കഴിഞ്ഞു. ഈ കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞ് എൻ്റെ ഭയങ്കര ദേഷ്യമുള്ള സ്വഭാവമായിരുന്നു. കാരണം ഈ മേലായിരിക്കുന്ന സമയത്ത് വൈഫിനോടൊക്കെ എപ്പോഴും ദേഷ്യപ്പെടും. പക്ഷേ ഈ വേണ്ടാത്ത വാക്കുകൾ വായിൽ വരുമായിരുന്നു. പക്ഷേ കർത്താവിനെ അറിഞ്ഞ് തന്നു തൊട്ട് എൻ്റെ വായിൽ നിന്ന് ഒറ്റ വേണ്ടാത്ത വാക്കുകൾ വരത്തില്ല. എല്ലാ ദേഷ്യം കുറഞ്ഞു, മനസ്സിന് ശാന്തതയായി. ഓഫീസിൽ ഞാൻ എവിടെ പ്രശ്നം ഉണ്ടാക്കിയോ കർത്താവ് അവിടെ ഏറ്റവും ഉന്നത സ്ഥാനത്ത് തന്നെ അവിടെ ആക്കി വെച്ചു. ആ ഓഫീസിൻ്റെ ഇന്ന് അതിൻ്റെ ഏറ്റവും ഉന്നത സ്ഥാനത്ത് ഞാനാണ് ഇരിക്കുന്നത്. കർത്താവ് അവിടെ ആക്കി വെച്ചു. അതുപോലെ തന്നെ കർത്താവ് ചെയ്ത വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ അടുത്തതെന്ന് പറഞ്ഞാൽ എനിക്ക് 2ാമത് ഒരു കുട്ടി ഉണ്ടാകത്തില്ലായിരുന്നു. കാരണം വൈഫിന് പോളിസിസ്റ്റിക് ഓവറിയായിരുന്നു. പക്ഷേ ഞങ്ങൾ ഒരു 2 വർഷത്തോളം ട്രൈ ചെയ്തു. അവസാനം ഡോക്ടറിനെ കാണാൻ പോയി. ഡോക്ടറിനെ കണ്ടു. ഡോക്ടർ പറഞ്ഞ് മരുന്ന് കഴിക്കണം, ഒരു 6 മാസമെങ്കിലും മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ വിഷമിച്ച് വന്നു. ഞങ്ങളൊരു സാക്ഷ്യം കാണാനിടയായി. ചെന്നൈ വെച്ച് ഒരു സഹോദരനും സഹോദരിക്കും ഇതുപോലെ തന്നെ അവരൊരു കുട്ടി ഉണ്ടായിട്ട് 5 വർഷമായിട്ട് അടുത്ത കുട്ടികളില്ല അവർക്ക്. അവർ പ്രാർത്ഥിച്ച് അവർക്കൊരു കുട്ടിയുണ്ടായി. അവർക്ക് സെയിം പോളിസിസ്റ്റിക് ഓവറിയായിരുന്നു. അപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു അച്ചായ യേശോപ്പച്ചൻ എല്ലാ മക്കളും ഒരുപോലെയാണ്. ആ മക്കൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കും നമുക്കും കിട്ടും. അപ്പോൾ അച്ചായ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു തന്നു. അവിടെ നിന്ന് ആ തങ്കൂറ തോന്നിട്ട് മീറ്റിംഗ് എടുത്തു. ഞാൻ പ്രാർത്ഥിച്ചു. ഞങ്ങൾ ട്രൈ ചെയ്തു. കറക്റ്റ് 1 മാസമായപ്പോൾ എൻ്റെ വൈഫ് കൺസീവായി. ഞങ്ങൾക്ക് അടുത്തൊരു മോളെ കർത്താവ് തന്നു, അനുഗ്രഹിച്ചു. ഇന്ന് ഞാൻ കുവൈറ്റിലെ ചർച്ചിലെ ഹെവൻലി ഫീസിൽ പോകുന്നു. അവിടുത്തെ ശുശ്രൂഷയിലെല്ലാം പങ്കെടുക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ നാട്ടിൽ എനിക്ക് നല്ല മനോഹരമായൊരു ഭവനം എൻ്റെ കർത്താവ് എനിക്ക് തരാനിടയാക്കി. എൻ്റെ ഓഫീസിൽ ഉയർത്തി, സാമ്പത്തികമായിട്ട് ഒത്തിരി ഉയർത്തി. കർത്താവിനായിട്ട് ഓടാൻ കർത്താവിടെയാക്കിയതിന് നന്ദി, സ്തോത്രം. അത്ഭുതകരമായ സാക്ഷ്യം. ഇന്ന് നമ്മൾ ഒടുവിൽ പ്രാർത്ഥിക്കാൻ പോവുക. എനിക്ക് ഉറപ്പുണ്ട് രാജേഷ് ബ്രദറിനെ പോലെ തളർന്നു കിടന്ന വ്യക്തികളെ ഇന്ന് കർത്താവ് എഴുന്നേൽപ്പിക്കും. ഒരു TV പ്രോഗ്രാമിലൂടെയാണ് കർത്താവ് അത്ഭുതം ചെയ്തത്. മറക്കരുത്, ഇന്ന് അത് തന്നെ സംഭവിക്കും. തുടർന്ന് നമ്മളൊരു ചെറിയ വേദഭാഗം കൂടെ പഠിക്കും. പക്ഷേ അതിനു മുമ്പ് തന്നെ സാക്ഷ്യം കേട്ട് നമ്മുടെ ഉള്ളമൊക്കെ ഇങ്ങനെ
വിടുതലിനായിട്ട് ഒരുങ്ങിയിരിക്കുക. ഇപ്പോൾ തന്നെ രോഗികൾ നിങ്ങളുടെ ശരീരത്തെ രോഗമുള്ള ഭാഗത്ത് കൈവച്ചോണം. അത്ഭുത സൗഖ്യം. രാജേഷ് ബ്രദറിനെ സൗഖ്യമാക്കിയ കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കാൻ പോവുക. കർത്താവിന് അസാധ്യമായ ഒരു കാര്യമില്ല. നമുക്ക് കുവൈറ്റിൽ നിന്ന് തൻ്റെ ജോലി ഉപേക്ഷിച്ച് പോരാനിരുന്നയാൾ ഇന്ന് ആ ദേശത്ത് കർത്താവ് ഉയർത്തി മാനിച്ചിരിക്കുക. കർത്താവെ പ്രാർത്ഥിക്കുന്നു, ഈ വചനം ആർക്കൊക്കെയോ വേണ്ടിയോ ഈ ലോകരാജ്യങ്ങളിൽ കേൾപ്പിച്ചല്ലോ. രോഗികളായി തളർന്നു കിടക്കുന്നവർ, നടുവിന് പ്രയാസമായി ആക്സിഡൻ്റ് പെട്ട്, അതുപോലെ ക്യാൻസർ, മറ്റ് പലവിധ ആന്തരിക ബാഹ്യ രോഗങ്ങളാൽ എല്ലാം തീർന്നു, രക്ഷയില്ല എന്ന് പറഞ്ഞ് കിടക്കുന്നവർ ഈ നിമിഷം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആ കിടക്ക വിട്ട് അവർ എഴുന്നേൽക്കട്ടെ. മുഴകൾ അപ്രത്യക്ഷമാകട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. വേദനകൾ മാറട്ടെ. കർത്താവെ, കരം നീട്ടിയതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, 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 ആമേൻ. ഇപ്പോൾ തന്നെ കർത്താവിൻ്റെ വിടുതൽ സംഭവിച്ചിട്ടുണ്ട്. ആ ശരീരത്തിൽ രോഗിയായിരിക്കുന്ന വ്യക്തിയോട് ഒന്ന് എഴുന്നേക്കാൻ പറഞ്ഞ് നിങ്ങൾ തന്നെ ഒന്ന് കൈവച്ച് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അത്ഭുതങ്ങൾ ലോകം എങ്ങും സംഭവിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ സൗഖ്യങ്ങളും വിടുതലുകളും അടുത്തൊരു TV പ്രേക്ഷക മീറ്റിങ്ങിലോ നമ്മുടെ പ്രോഗ്രാമിലോ വന്ന് അറിയിക്കണം. നമ്മുടെ പ്രെയർ ലൈൻ നമ്പറുകളിൽ അറിയിക്കണം. കർത്താവിൻ്റെ കരം ലോകമെങ്ങും ഇപ്പോൾ തന്നെ അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഒടുവിൽ വീണ്ടും നാം പ്രാർത്ഥിക്കും. ഇപ്പോൾ നമ്മൾ ഒരു ദൈവവചന പഠനത്തിലേക്ക് കടക്കുകയാണ്. രണ്ട് കൊരിന്ത്യർ 5-ാം അധ്യായം 2, 3, 4 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിന് മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഉരുവാനല്ല, മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോണ്ടതിന് മീതെ ഉടുപ്പാനിച്ചിക്കാൻ ഞങ്ങൾ ഈ കൂടാരത്തിലിരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. ഇവിടെ 2 തവണ ആവർത്തിച്ച് പറയുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, ഞങ്ങൾ കൂടാരത്തിലിരിക്കുന്നു. 2, ഞങ്ങൾ ഞരങ്ങുന്നു. പൗലോസ് ശ്ലീഹ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച ആ ദൈവദാസൻ തന്നെക്കുറിച്ച് തന്നെ പറയുന്നത് ഞാൻ കൂടാരത്തിലിരിക്കുന്നെന്ന്. ശരീരത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ താഴോട്ട് വരുമ്പോൾ കുറച്ചുകൂടെ ആഴമായ രീതിയിൽ അത് പറയുന്നുണ്ട്. 6-ാം വാക്യം, ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോടകന്ന് പരദേശികളായിരിക്കുന്നു എന്നറിയുന്നു. ഞങ്ങൾ ശരീരത്തിൽ വസിക്കുന്നു. ഇതാ ഈ ശരീരം കൊണ്ട് ഇതാ ഞാനെന്നല്ല പറയുന്നത്, ഇതിനകത്ത് ഞാൻ വസിക്കുന്നു. എന്തൊരു പ്രയോഗമാണ്! ആ ക്രിസ്തുവിൽ വിശ്വസിച്ച ഒരു ദൈവ പൈതൽ അവന് വാസ്തവമായിട്ടറിയാം തൻ്റെ ശരീരം ഇഹലോകവാസത്തിന് തന്നിരിക്കുന്ന ഒരു വീടാണ്. വേണേ നമ്മുടെ ശരീരത്തെ തൊട്ടിട്ട് പറയുന്നത് ഇത് ഞാൻ താമസിക്കുന്ന വീടാണ്. അവിടെ ഇരിക്കുമ്പോൾ അപ്പം ഇതിനെ കൂടാരം എന്ന് പറഞ്ഞാൽ ടെൻറ്റ് എന്ന പദമാണ്. അടിസ്ഥാനമില്ലാതെ ഒരു കുറ്റി അടിച്ച് ടെൻറ്റ് ഇടുമല്ലോ. താൽക്കാലികമായ വാസത്തിൽ അത് മാറ്റി കൊണ്ടുപോകും. ഈ ഇസ്രായേൽ മക്കളെ അവരെ കൂടാരവാസികളായിരുന്നു. അബ്രഹാമൊക്കെ കൂടാരവാസികളായിരുന്നു. പല സ്ഥലങ്ങൾ മാറി നൊമാഡിക് റേസുകൾ, ഈ പല സ്ഥലങ്ങളിൽ ദേശാന്തരികൾ അവരിങ്ങനെ കൂടാരം മാറ്റി പോകുമായിരുന്നു. ഈ ഇസ്രായേൽ മക്കളും മിസ്രൈമിൽ നിന്ന് വരുമ്പോൾ അവർ കൂടാരങ്ങൾ മാറ്റി അടിച്ചു. അവർക്ക് ഒരിടത്തും സ്ഥിരസ്ഥലമില്ല. ഇതുപോലെ ഈ ഭൂമിയിൽ ഒരു കൂടാരത്തിൽ ആണ് നമ്മൾ എന്നാണ് പറയുന്നത്. വാസ്തവത്തിൽ അതാണല്ലോ ശരി. നമുക്കൊക്കെ ഒരു വിചാരമുണ്ട്, നമ്മളിപ്പോൾ വസിക്കുന്ന വീട് എൻ്റെയാണ്, സ്ഥലം എൻ്റെയാന്നൊക്കെ നമ്മൾ പറയും. എന്നെ കർത്താവിൽ നടത്തിയ ഒരു കർത്താവിൻ്റെ ദാസൻ തൻ്റെ പ്രസംഗത്തിൽ എപ്പോഴും പറയുമായിരുന്നു, നിങ്ങളിപ്പോൾ താമസിക്കുന്ന വീട്ടിൽ ഒരു 100 കൊല്ലം മുമ്പ് മറ്റാരോ പറഞ്ഞ ഇത് എൻ്റെ സ്ഥലമാണ്. ഇനി ഒരു 100 കൊല്ലം കഴിഞ്ഞ് നിങ്ങളോ ഞാനോ അവിടെ ചെന്ന് ഇത് എൻ്റെ സ്ഥലമാണെന്ന് പറഞ്ഞാൽ അവർ ഓടിക്കും. ചുരുക്കി പറഞ്ഞാൽ നമ്മുടേതായിട്ട് നമ്മളൊരു ടെൻറ്റിലാണ് താമസിക്കുന്നത്. ഈ ശരീരം നമ്മുടെ അകത്ത് വസിക്കുന്ന ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ വീണ്ടും ജനിച്ച ദൈവസമാനനായ ഒരു പുതിയ സൃഷ്ടി നമ്മളിലുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും കർത്താവിലായിക്കഴിഞ്ഞും സാധാരണ മനുഷ്യരെ പോലെ എൻ്റെ മേത്തോട്ട് കളിച്ചാൽ ഉണ്ടല്ലോ, മേത്തെന്നുള്ള ശരീരത്തിനും ശാരീരിക ആവശ്യങ്ങൾക്കും അല്ലേ വാസ്തവത്തിൽ മനുഷ്യൻ മുമ്പിൽ നിൽക്കുന്നത്. അതെ, സംശയമൊന്നുമില്ല. നമ്മൾ ആത്മാവിൻ്റെ ആവശ്യമൊന്നും അല്ലല്ലോ ആദ്യം കാണുന്നത്. നമുക്ക് വിശക്കുന്നു, നമുക്ക് ദാഹിക്കുന്നു, ഉറക്കം വരുന്നു,
ക്ഷീണം വരുന്നു. നമ്മുടെ ശരീരത്തിനെയാണ് നമ്മൾ കൂടുതൽ, പലപ്പോഴും നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ നോക്കുന്നത്. പക്ഷേ കർത്താവിൻ്റെ വലിയൊരു ശ്രേഷ്ഠത എന്താണെന്ന് ചോദിച്ചാൽ, ഈ ശരീരത്തിനെ ഉപേക്ഷിക്കാൻ ഒരിക്കലും കർത്താവ് പറയുന്നില്ല. ശരീരത്തെ മാനിക്കുക. ഈ ജ്ഞാനവാദം എന്ന് പറയുന്ന ഒരു ചിന്താശാഖ ആദിമ കാലങ്ങളിൽ, അതായത് 1-ാം നൂറ്റാണ്ടിൽ സഭയൊക്കെ ആവിർഭവിച്ച കാലത്ത് ഉണ്ടായ ഗ്രീക്ക് തത്വജ്ഞാന ശാഖകളിൽ ഒന്നായിരുന്നു ജ്ഞാനവാദം. ആ ജ്ഞാനവാദികൾ പറയുന്നത് നോസ്റ്റിസിസം എന്ന് പറയും. ആ ജ്ഞാനവാദികൾ പറയുന്നത് ഈ ഭൗതിക ലോകം മുഴുവൻ തിന്മയാണ്, ഭൗതിക ലോകത്തിൽ ഉൾപ്പെട്ട ശരീരവും തിന്മയാണ്. അതുകൊണ്ട് ഈ ശരീരത്തെ ഉപേക്ഷിച്ച് പട്ടിണിക്കിടുകയും ഏറ്റവും പീഡിപ്പിക്കുക, ശരീരത്തെ പീഡിപ്പിച്ച് അതിൽ മാത്രമേ ആത്മാവ് ബലപ്പെടുകയുള്ളൂ. അന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഭൗതിക ലോകം തിന്മയാണ്, ആത്മാവ് മാത്രം വിശുദ്ധമാണ്. അതിൻ്റെ ഒത്തിരി സ്വാധീനം ആദിമ സഭയിലേക്ക് വരാൻ ശ്രമിച്ചപ്പോൾ പൗലൂസ്ലിഹായും മറ്റും പറയുന്നുണ്ട്, ഇത് ജ്ഞാനത്തിൻ്റെ പേര് മാത്രമുള്ളതാണ്. ജ്ഞാനവാദമെന്ന് പറയുന്നത് യഥാർത്ഥ ദൈവിക ജ്ഞാനമല്ല, ശരീരത്തെ നിങ്ങൾ ഉപേക്ഷിക്കരുത് എന്ന് പറയുന്നുണ്ട്. ആ 1-2 വേദഭാഗങ്ങൾ ഞാനൊന്ന് വായിക്കാം. കൊലോസ്യ ലേഖനം 2:20 മുതൽ ശ്രദ്ധിക്കുക. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചുവെങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മാനുഷ്യ കൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി പിടിക്കരുത്, രുചിക്കരുത്, തുടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്ന എന്ത്? തിമോഥെയോസ് ലേഖനത്തിൽ പറയുകയാണ്, ചിലർ വന്നിട്ട് പറയും ചില ഭക്ഷണ സാധനങ്ങൾ വർജിക്കണം, ശരീരത്തെ ഉപേക്ഷിക്കണം. അങ്ങനെ നിങ്ങൾ കീഴ്പ്പെടുന്ന എന്ത്? ഇതെല്ലാം ഉപയോഗത്താൽ നശിച്ചു പോകുന്ന അത്രേ. എന്നിട്ട് പറയാണ്, ഇതൊക്കെയും സ്വേച്ഛാരാധനയിലും താഴ്മയിലും, സ്വന്തം ഇഷ്ടത്തിലുള്ള ആരാധനയും, താഴ്മ എന്നുള്ളത് ഇംഗ്ലീഷിൽ മായത്താഴ്മയെന്ന്, വലിയൊരു താഴ്മ കാണിക്കും, ഇനി ഞാനിതൊന്നും കഴിക്കുകയില്ലെന്നൊക്കെ. താഴ്മയിലും ശരീരത്തിൻ്റെ ഉപേക്ഷയിലും രസിക്കുന്നവർക്ക്, ശരീരത്തെ ഉപേക്ഷിക്കുക, ശരീരത്തിൻ്റെ ഭൗതിക രീതികൾ ഉപേക്ഷിക്കുക, രസിക്കുന്നവർക്ക് ജ്ഞാനത്തിൻ്റെ പേര് മാത്രമുള്ളത്. ജ്ഞാനവാദത്തെക്കുറിച്ചാണ് പറയുന്നത്. പേരിൽ ഒരു വലിയ ജ്ഞാനവാദമാണ്, പക്ഷേ ഇത് ദൈവത്തിൻ്റെ പദ്ധതിയല്ല. എന്നിട്ട് പറയാം, ജഡാഭിലാഷം അടക്കുവാനോ പ്രയോജനമുള്ളതല്ല. ഞാനൊക്കെ ചില ഭക്ഷണ സാധനങ്ങൾ കഴിക്കാതിരുന്നുകൊണ്ടോ വർജിച്ചതുകൊണ്ടോ എൻ്റെ കോപം മാറത്തില്ല, എൻ്റെ മോഹം മാറത്തില്ല. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുവിൻ. ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ചും ശരീരത്തെ പിടിച്ചു കെട്ടിയും എനിക്ക് നന്നാകാനൊക്കത്തില്ല. മറിച്ച് ക്രിസ്തുവിനെ ഞാൻ സ്വീകരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവം എൻ്റെ ഉള്ളിൽ വന്നിട്ട് എനിക്ക് രൂപാന്തരം വരും. പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ വന്ന് ആത്മാവിനാൽ എൻ്റെ ശരീരത്തിൻ്റെ ഇച്ഛകൾ മാറും. അതുകൊണ്ടാണ് പുതിയ നിയമ വേദഭാഗങ്ങളിലൊന്നും പഴയ നിയമത്തിലെ പോലെ ഭക്ഷണ നിയമങ്ങളൊന്നും കാണുന്നില്ല. പഴയ നിയമത്തിലാണെങ്കിൽ ഇന്ന ഭക്ഷണം കഴിച്ചുകൂടാ, ഇന്ന സൈസ് മീനിനെ കഴിച്ചുകൂടാ, ഒത്തിരി നിബന്ധനകളുണ്ട്. പുതിയ നിയമത്തിൽ നമ്മൾ വരുമ്പോൾ കാണുന്ന കർത്താവ് തന്നെ, യേശു തന്നെ പറയാണ്, നിങ്ങളുടെ വായ്ക്കകത്തേക്ക് പോകുന്ന ഒന്നും നിങ്ങളെ അശുദ്ധപ്പെടുത്തത്തില്ല. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന അഴുക്ക് സ്വഭാവങ്ങൾ, ദുശ്ചിന്തയും വ്യഭിചാരവും കപടമാണ് നിങ്ങളെ അശുദ്ധപ്പെടുത്തുന്നത്. വയറ്റിൽ പോകുന്നത് മറപ്പുരയിൽ ചെന്ന് അവസാനിക്കുന്നു. അത് തന്നെയാണ് കൊലോസ്യ ലേഖനത്തിലും പറയുന്നത്. ഇത് തന്നെ തിമോഥെയോസിനോട് പറയുമ്പോൾ പൗലൂസ് തിമോഥെയോസ് ലേഖനത്തിൽ പറയുന്നുണ്ട്, ജ്ഞാനമെന്ന് വ്യാജമായി പേര് പറയുന്നതിൻ്റെ വൃഥാലാഭങ്ങളിലേക്ക് നീ പോകരുത്. കേട്ടാൽ വലിയൊരു ജ്ഞാനമാണ്, കേട്ടാൽ വലിയ ഭക്തിയാണെന്ന് തോന്നും. അത് തന്നെയാണ് തിമോഥെയോസിനോട് പറയുമ്പോൾ പൗലൂസ് പറയുകയാണ്, ചിലർ വിവാഹം വിലക്കണമെന്നും ഭക്ഷണങ്ങൾ ചിലത് വിലക്കിയാലേ ആത്മീയനാകുള്ളൂ എന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ ഭക്തിയുടെ വേഷം മാത്രമേ ഉള്ളൂ. യഥാർത്ഥ ഭക്തി അതല്ല. ഹൃദയത്തിലെ കയ്പും പകയും വിട്ട് സ്നേഹിക്കുന്ന നിലയിൽ ക്രിസ്തു ഹൃദയത്തിൽ വരുന്ന രൂപാന്തരമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ആ ക്രിസ്തു മുഖേനയുള്ള ആ യഥാർത്ഥ കാഴ്ചപ്പാടിൽ നമുക്ക് കർത്താവിനെ പിൻപറ്റാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു പ്രാവശ്യം കൂടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ക്രിസ്തു മുഖേന ഞങ്ങൾക്ക് തന്ന ഈ വലിയ പരിജ്ഞാനത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ ഉള്ളിൽ അങ്ങ് വാസം ചെയ്യുന്നതിനായി നന്ദി. അപ്പോൾ തന്നെ ഈ ശരീരം ഒരു കൂടാരം മാത്രമാണ്. പൗലോസ്ലീഹ പറഞ്ഞതുപോലെ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇപ്പോൾ ഒരു ഞരക്കത്തോടെയാണ് ഇരിക്കുന്നത്. ഞങ്ങളുടെ കർത്താവ് എപ്പോൾ വരും? ഞങ്ങൾ ഈ ലോകത്തിന് വേണ്ടി മാത്രമല്ല ജീവിക്കുന്നത്. അപ്പോൾ തന്നെ ഞങ്ങളുടെ ശരീരത്തിന് ആവശ്യമായതെല്ലാം കർത്താവ് തരുമല്ലോ. ഞങ്ങളുടെ പാർപ്പിടം, ഞങ്ങളുടെ വസ്ത്രം, ഞങ്ങളുടെ വാഹനം, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കുള്ള ഞങ്ങളുടെ ആഹാരം എല്ലാം കർത്താവ് ഒരുക്കുമല്ലോ. മുമ്പേ അങ്ങയുടെ രാജ്യം അന്വേഷിക്കുമ്പോൾ ഇതൊക്കെയും നീ തരുന്ന കർത്താവ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശാരീരിക സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ, ഭൗതിക ആവശ്യങ്ങൾ നിറവേറ്റപ്പെടട്ടെ. അപ്പോൾ തന്നെ കർത്താവിന് വേണ്ടി ഹൃദയം കൊടുത്ത് നിത്യതയ്ക്കായിട്ട് ഒരുങ്ങുവാൻ സഹായിക്കണം. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.
സോ ഓർക്കുക, ഈ ലോകത്തിൽ നമ്മുടെ സകല ആവശ്യങ്ങളും ഭൗതിക ആവശ്യങ്ങളും അനുഗ്രഹകരമായി നിറവേറ്റപ്പെടുന്ന ജയകരമായ ഒരു ജീവിതം ഈ ഭൂമിയിലും മാത്രമല്ല, കർത്താവിനോടൊപ്പം ഒരു നിത്യസ്വർഗവും. അതാണ് യേശു ക്രിസ്തുവിലുള്ളവർക്ക്. ആ എല്ലാ അനുഗ്രഹങ്ങളാലും കർത്താവ് നിങ്ങളെ നിറയ്ക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ഇന്ന് രാവിലെ 10-ന് ഇരിങ്ങാലക്കുടയിൽ ടൗൺ ഹാൾ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം. ശുശ്രൂഷകൾ രാവിലെ 10-ന്. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും നാളെ രാവിലെ 10-ന് പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരിയിൽ സെൽവം ഓഡിറ്റോറിയം, പ്രിയദർശിനി ബസ് സ്റ്റാൻഡിന് സമീപം. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും മറ്റന്നാൾ തൃശൂർ ജില്ലയിലെ കൊടകരയിൽ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ. ശുശ്രൂഷ രാവിലെ 10-ന്. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് മദ്യ മയക്കുമരുന്ന് ആസക്തി വിടുതൽ ശുശ്രൂഷയും TV പ്രേക്ഷക സംഗമവും 2015 ഒക്ടോബർ 1 വ്യാഴം കാലടിയിലും ഒക്ടോബർ 2 വെള്ളി പെരുമ്പാവൂരിലും. ഒക്ടോബർ 1 വ്യാഴം കാലടി. ശുശ്രൂഷകൾ രാവിലെ 10-ന് നാസ് ഓഡിറ്റോറിയം, പോലീസ് സ്റ്റേഷന് സമീപം. ഒക്ടോബർ 2 അടുത്ത വെള്ളിയാഴ്ച പെരുമ്പാവൂരിൽ. ശുശ്രൂഷ രാവിലെ 10-ന് ഫാസ് ഓഡിറ്റോറിയം, കോടതിക്ക് സമീപം. തോമസ് കുട്ടി ബ്രദർ ശുശ്രൂഷിക്കുന്നു.